സംസ്ഥാനത്ത് ക്രമസമാധാന ചുമതലയുള്ള ADGP നിയമനം ഉടനില്ല. ADGPക്ക് പകരം 2 IG-മാർക്കാണ് ക്രമസമാധാന ചുമതല. ക്രമസമാധാന മേൽനോട്ടം DGPക്കാണ്. ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ കാലാവധി കഴിയും വരെ ഈ രീതി തുടരും. പ്രജിത് മോഹനൻ ഇതിന്റെ വിശദാംശങ്ങളുമായി ചേരും. നമുക്കറിയാം, ക്രമസമാധാന ചുമതലയുള്ള ADGP റാങ്കിൽ ഇപ്പോൾ ആരുമില്ല. അവിടെ നിയമനവും ഉടൻ ഉണ്ടാകില്ല എന്നാണ് അറിയുന്നതിൻ്റെ കാരണവും കൂടി നമ്മൾക്ക് അറിയേണ്ടതുണ്ട്. ADGPക്ക് പകരം 2 IG-മാർക്കായി ക്രമസമാധാന ചുമതല നൽകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രജിത്ത് ചേരുന്നു വിവരങ്ങളുമായി. പ്രജിത്ത്, എന്തുകൊണ്ടാണ് നിയമനം ADGP റാങ്കിലേക്ക് ADGP-ആയി ക്രമസമാധാന ചുമതലയുള്ള ADGP-ആയി നിയമനം ഉടൻ ഇല്ലാത്തത്? രണ്ട് തരം വിഷയങ്ങളാണ് നേരത്തെ തന്നെ നിലനിന്നത്. 2021 ലോക്നാഥ് ബെഹ്റ DGP ആയിരുന്ന കാലത്താണ് ക്രമസമാധാന ചുമതലയേക്ക് ഒരു ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ടുവരുന്ന ഒരു ക്രമീകരണം പോലീസിലുണ്ടാകുന്നത്. അതുവരെ നോർത്ത് സൗത്ത് സോൺ ADGP-മാരായിരുന്നു സംസ്ഥാനത്തെ ക്രമസമാധാനത്തിന്റെ ചുമതല നിർവഹിച്ചിരുന്നത്. അവർക്ക് മുകളിൽ DGP-മായിരുന്നു ക്രമസമാധാനത്തിന്റെ പൂർണ്ണ ചുമതലയുണ്ടായിരുന്നത്. എന്നാൽ ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP എന്നുള്ളൊരു തസ്തിക വന്നതോടുകൂടി പോലീസിലെ ഒരു യഥാർത്ഥ അധികാര കേന്ദ്രം അതായി മാറുന്ന സാഹചര്യമാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കണ്ടിരുന്നത്. സംസ്ഥാന പോലീസിന്റെ മേധാവി DGP ആയിരുന്നെങ്കിലും ജനങ്ങളുമായിട്ടും സേനയുമായിട്ടും ഏറ്റവും അധികം ഇടപെടുന്നത് ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന നിലയിൽ വന്നു. അതുകൊണ്ട് തന്നെ DGPക്ക് മുകളിൽ ഒരു സൂപ്പർ DGP എന്ന രീതിയിലേക്ക് ആ ചുമതല പോലും ആ തസ്തികയ്ക്ക് പോലും വ്യാഖ്യാനിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ADGP സ്ഥാനത്ത് നിന്ന് മനോജ് എബ്രഹാം DGP ആയതോടുകൂടിയാണ് ഇനി ഈ തസ്തിക ആവശ്യമുണ്ടോ എന്നുള്ളൊരു ആലോചനയിലേക്ക് സംസ്ഥാന പോലീസ് നേതൃത്വം പോകുന്ന സാഹചര്യം ഉണ്ടായത്. അതിന് അനുയുക്തമായിട്ടുള്ള ആലോചനകൾ, തീരുമാനങ്ങൾ തന്നെയാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഓഗസ്റ്റ് മാസത്തിൽ വിരമിക്കുന്നത് വരെ ഇനിയൊരു ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന സ്ഥാനത്തേക്ക് പുതിയൊരു ഉദ്യോഗസ്ഥൻ വരാനുള്ള സാധ്യത ഇല്ലെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന 2 ADGP-മാർ, അതായത് നോർത്ത് സോൺ സൗത്ത് സോൺ ADGP-മാർക്ക് പകരം നിലവിൽ ഉള്ള ക്രമീകരണമായിട്ടുള്ള നോർത്ത് സൗത്ത് സോൺ IG-മാരുണ്ട്. അവർക്കും ക്രമസമാധാനത്തിന്റെ ചുമതലയുണ്ട്. തൽക്കാലം അവർക്ക് ആ രീതിയിൽ തന്നെ ചുമതലകൾ തുടരട്ടെ എന്നുള്ളതും, നോർത്ത് സൗത്ത് സോൺ IG-മാർ ക്രമസമാധാന ചുമതല തുടരട്ടെ എന്നുള്ളതും, അവർക്ക് മുകളിൽ ക്രമസമാധാന ചുമതലയുടെ നിയന്ത്രണം ഇനി സംസ്ഥാന പോലീസ് മേധാവിക്ക് മാത്രം എന്നൊരു ക്രമീകരണത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നിലവിലത്തെ ഈ തീരുമാനം ഈ പറയുന്ന രീതിയിൽ ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കുന്നത് വരെയുള്ളൂ. അതിനുശേഷമുള്ള ക്രമീകരണം എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ വ്യക്തതയില്ല. ഒരു പക്ഷേ വീണ്ടും പഴയ രീതിയിൽ, അതായത് 2021 മുൻപുള്ള രീതിയിൽ നോർത്ത് സൗത്ത് സോൺ ADGP-മാർക്ക് ആ തസ്തിക നൽകുകയും പഴയതുപോലെ തന്നെ കാര്യങ്ങൾ പോകുകയും ക്രമസമാധാന പാലനത്തിന്റെ അവസാന ചുമതല അല്ലെങ്കിൽ അന്തിമ വാക്ക് അത് സംസ്ഥാന പോലീസ് മേധാവി ആയിരിക്കുന്ന ഒരു ക്രമീകരണത്തിലേക്കായിരിക്കും പോകുന്നത്. ഇപ്പോൾ നിലവിൽ 2 ADGP-മാരെ ഈ തസ്തികയിലേക്ക് കൊണ്ടുവരാനുള്ള അംഗസംഖ്യ പോലീസിന് ഇല്ല എന്നുള്ള ഒരു പ്രശ്നം കൂടെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അത്രയധികം ADGP-മാർ സംസ്ഥാനത്തില്ലാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ പല ചുമതലകളിലും ഇരിക്കുന്ന ADGP-മാരെ ക്രമസമാധാന ചുമതലയിലേക്ക് മാറ്റേണ്ട സാഹചര്യമൊക്കെ വരും. അപ്പോൾ ഒരു ആശയക്കുഴപ്പങ്ങളും ഒരു ഈ പറയുന്ന രീതിയിലുള്ള അറേഞ്ച്മെന്റ്സിലേക്ക് പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് തൽക്കാലം പൂർണ്ണ ചുമതല DGP-യിൽ നിലനിർത്തുന്നു. IG-മാർ ഇപ്പോൾ നിലവിലുള്ളതുപോലെ തന്നെ നോർത്ത് സോൺ സൗത്ത് സോൺ IG-മാർ ആ ചുമതലയെ നിർവഹിക്കട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് പോയത്. എന്തായാലും ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കുമ്പോഴായിരിക്കും, അതിനുശേഷമായിരിക്കും പൂർണ്ണമായ ഒരു പുനർക്രമീകരണം വീണ്ടും സാധ്യമാകുക അല്ലെങ്കിൽ നടക്കുക. ഓക്കെ, ശരി പ്രജിത്ത്.